ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വഴുതനങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വഴുതനങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങയുടെ കളറ് മാറാണ്ടിരിക്കാനായിട്ട് കഷ്ണങ്ങളാക്കിയ ശേഷം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇനി ഞാൻ വഴുതനങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഇതിലേക്ക് എടുക്കണം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതായത് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയും ഇഞ്ചിയുടെയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആവണ വരയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് വഴുതനങ്ങ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്ക് നന്നായിട്ടൊന്ന് വഴുതനങ്ങയിൽ പിടിക്കണ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരണ വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പുളിവെള്ളം ഒന്ന് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ തക്കാളി ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ പുളി ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അത്രയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഇതിലേക്ക് പുളിയോ ഉപ്പോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഗ്രേവി ഒന്ന് നന്നായിട്ട് ഒന്ന് വറ്റി വരണ വരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കത്രിക്ക കറി അല്ലെങ്കിൽ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ശർക്കര പൊടിച്ചത് എന്തായാലും ചേർക്കണം, അപ്പോഴാണ് ഈ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വഴുതനങ്ങ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്